ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 24 ന്യൂസിൻ്റെയും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടിവിയുടെയും വരുമാനം എത്രയായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ രണ്ട് ചാനലും ഒറ്റ കമ്പനിയുടെ കീഴിൽ വരുന്നതാണ്. ഫ്ലവേഴ്സ് ടി വി 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 24 ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018. ഇൻസൈറ്റ് മീഡിയ സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരൻറ്റ് കമ്പനിയുടെ കീഴിലാണ് ഈ രണ്ട് ന്യൂസ് ചാനലുകളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് ആയിട്ട് അറിയപ്പെടുന്നത് ശ്രീകണ്ഠൻ നായരാണ്. അദ്ദേഹം തന്നെയാണ് ഈ രണ്ട് ചാനലിൻ്റെയും ഫൗണ്ടറും ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചാനലും കൂടിയുള്ള ഒരു വരുമാനമാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാനലും കൂടി ഒറ്റ കമ്പനിയുടെ കീഴിലായതുകൊണ്ട് വരുമാനം ഒരുമിച്ചാണ് അവർ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ചാനലിൻ്റെയും പേരൻറ്റ് കമ്പനിയായ ഇൻസൈറ്റ് മീഡിയയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ 24 ന്യൂസും ഫ്ലവേഴ്സ് ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. ഒന്നാമത്തെ ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ രാമൻ പിള്ളയാണ്. അതായത് 24 ന്യൂസിൻ്റെ മുഖ്യ അവതാരകനായ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് ഒന്നാമത്തെ ഡയറക്ടറും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറും. രണ്ടാമത്തെ ഡയറക്ടർ വിനോദ് വിദ്യയാണ്. മൂന്നാമത്തെ ഡയറക്ടർ മീതൽ ഗോപാലനാണ്. അത് ഗോകുലം ഗോപാലനാണ്. ഗോകുലം മൂവീസിൻ്റെയൊക്കെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഗോകുലം ഗോപാലനാണ് മൂന്നാമത്തെ ഡയറക്ടർ. നാലാമത്തെ ഡയറക്ടർ സതീഷ് ഗോപാലകൃഷ്ണ പിള്ളയാണ്. അഞ്ചാമത്തെ ഡയറക്ടർ ഭീമ ബാട്ടർ ഗോവിന്ദനാണ്. ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഓണറായ ഭീമ ഗോവിന്ദനാണ് അഞ്ചാമത്തെ ഡയറക്ടർ. ആറാമത്തെ ഡയറക്ടർ ഡേവിസ് എടക്കളത്തൂർ ഇട്ടൂപ്പാണ്. ഏഴാമത്തെ ഡയറക്ടർ ആലുങ്കൽ മുഹമ്മദാണ്. എട്ടാമത്തെ ഡയറക്ടർ ചാലിൽ പ്രവീണാണ്. ഇനി നമുക്ക് 24 ന്യൂസിൻ്റെയും ഫ്ലവേഴ്സ് ടി വിയുടെയും പേരൻറ്റ് കമ്പനിയായ ഇൻസൈറ്റ് മീഡിയ സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മെയിൻ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ മെയിൻ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഗോകുലം ഗോപാലനാണ്. ഗോകുലം ഗ്രൂപ്പിൻ്റെ MD ആയ ഗോകുലം ഗോപാലനാണ് 24 ന്യൂസിൻ്റെയും അതേപോലെ ഫ്ലവേഴ്സ് ടി വിയുടെയും പേരൻറ്റ് കമ്പനിയുടെ മെയിൻ ഷെയർ ഹോൾഡർ. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 34% ഷെയർസാണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്. ഗോകുലം ഗോപാലനാണ് ഈ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ഷെയർ ഓൺ ചെയ്യുന്ന ആൾ. രണ്ടാമത്തെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഭീമ ബാട്ടർ ഗോവിന്ദനാണ്. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 19% ഷെയർസാണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്. അദ്ദേഹം ഭീമ ജ്വല്ലേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഗോകുലം ഗോപാലനും ഭീമ ഗോവിന്ദനുമാണ് 24 ന്യൂസിൻ്റെയും ഫ്ലവേഴ്സ് ടി വിയുടെയും രണ്ട് ചാനലിൻ്റെയും പേരൻറ്റ് കമ്പനിയുടെ മെയിൻ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ഷെയർസ് ഓൺ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ഓൺ ചെയ്യുന്നത് നീതാകണ്ഠം വിനോദാണ്. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 9% ഷെയർസാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നാലാമതായിട്ട് ഉള്ളത് സതീഷ് ഗോപാലകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 8% ഷെയർസാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ 5ാം സ്ഥാനത്തുള്ളത് ആലുങ്കൽ മുഹമ്മദാണ്. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 6% ഷെയർസാണ്. ഇങ്ങനെ ഇവർ 5 പേരുമാണ് മെയിൻ ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ തന്നെ ഗോകുലം ഗോപാലനും ഭീമ ഗോവിന്ദനുമാണ് കൂടുതൽ ഷെയർസ് ഓൺ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടി 53% ഷെയർസാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ ഇതിൽ ശ്രീകണ്ഠൻ നായരുടെ പേര് കാണാനില്ല. അദ്ദേഹം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷേ അദ്ദേഹം അതിൻ്റെ മെയിൻ ഷെയർ ഹോൾഡർ അല്ല. ചിലപ്പോൾ 5% താഴെയുള്ള ഷെയർസ് ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ 5 പേര് എന്നുള്ളത് മെയിൻ ഷെയർ ഹോൾഡേഴ്സാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് 1-2% ഷെയർ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 41,62 ലക്ഷം രൂപയാണ്. കമ്പനിയുടെ കീഴിലുള്ള വാഹനങ്ങൾ, ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 2,62 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 217,60 ലക്ഷം രൂപയാണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട്, അതായത് എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 28,36 ലക്ഷം രൂപയാണ്. ഇത്രയും വലിയ ചാനലായിട്ടും അതിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിട്ട് പോലും സാലറി ആയിട്ട് കൊടുത്തേക്കുന്നത് 28 കോടിയാണ്. പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചാനൽസിലൊക്കെ സാലറി വളരെ കുറവാണ്. അതിൻ്റെ ടോപ്പ് ലെവലിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് നല്ല സാലറി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള എംപ്ലോയീസിനൊക്കെ സാലറി വളരെ കുറവായിരിക്കും. അപ്പോൾ 28 കോടിയാണ് സാലറി ആയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചിലവാക്കിയേക്കണത്. അതർ എക്സ്പെൻസ് ആണ് ഈ എക്സ്പെൻസ് ലിസ്റ്റിലെ ഏറ്റവും വലിയ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കണേ. അത് 100 കോടിയാണ്. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് 128,58 ലക്ഷം രൂപയാണ്
ആ ഫിനാൻഷ്യൽ ഇയറിൽ കാണിച്ചേക്കുന്നത്. ആ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ആയിട്ട് കാണിച്ചേക്കുന്നത് 143,96,00,000 രൂപയാണ്. 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 24 ന്യൂസും അതുപോലെ ഫ്ലവേഴ്സ് ടിവിയും രണ്ടും കൂടി കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 143,96,00,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേരത്തെ വരുമാനത്തെ പറ്റി ചെയ്തിരുന്നു. അത് 23 വരുമാനമാണ് ചെയ്തിരുന്നത്. അന്നേരം ഏഷ്യാനെറ്റ് ന്യൂസ് ആ ന്യൂസ് ചാനൽ മാത്രം വച്ചിട്ട് അവരുടെ റവന്യൂ ഏകദേശം 140 കോടിയായിരുന്നു. പക്ഷേ 24 ന്യൂസിൻ്റെയും ഫ്ലവേഴ്സ് ടിവിയുടെയും രണ്ടിൻ്റെയും കൂടിയുള്ള വരുമാനം 143 കോടിയാണ്. അതർ ഇൻകം ആയിട്ട് ഒരു 5,21,00,000 രൂപ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് 15,38,00,000 രൂപയാണ് കാണിച്ചേക്കണേ. ഇൻകം ടാക്സ് അടച്ചേക്കണത് 2,26,00,000 രൂപയാണ് ഇൻകം ടാക്സ് ആയിട്ട് അടച്ചേക്കണേ. ഫൈനൽ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 5,52,00,000 രൂപയാണ്. അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 24 ന്യൂസും ഫ്ലവേഴ്സ് ടിവിയും രണ്ടിൻ്റെയും കൂടിയായിട്ട് പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കുന്നത് 5,52,00,000 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും പ്രശസ്തമായ ബ്രാൻഡോ അതുപോലെ ബിസിനസ്സുകളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അത് അവൈലബിൾ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അറിയപ്പെടുന്നതായിരിക്കണം. ഒട്ടും കേൾക്കാത്ത ഒരു ബ്രാൻഡിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും കണക്റ്റ് ആവുകയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്